അമ്മ എന്താ പറ്റിയേ? മോനെ മോളെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ അങ്ങ് തീരുമാനിച്ചാലോ? അമ്മ, ചേച്ചിയും ചേട്ടൻ എന്തെങ്കിലും സംസാരിക്കാൻ കാണുമല്ലോ. ഇനിയിപ്പോ എന്ത് സംസാരിക്കാനാ? അവര് നമ്മളെ നേരത്തെ അറിയാവുന്നതല്ലേ, അല്ലേടാ? നിനക്ക് സംസാരിക്കണോ? എന്നാ പോയിട്ട് വാ. പിന്നെ താനെന്താണ് മിണ്ടാത്തത്? അത് അരുൺ എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അത് നടത്തി തരാൻ പോലും എനിക്കാരുമില്ല. പിന്നെ ഈ ശ്രീധനമൊക്കെ സ്ത്രീധനം പ്രതീക്ഷയാണ് ഞാൻ തന്നെ കല്യാണം ആലോചിച്ചെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം എന്നെ എൻ്റെ അനിയത്തിമാരെയും പഠിപ്പിച്ചതും വളർത്തിയും നല്ല നിലയിലാക്കിയതൊക്കെ എൻ്റെ അമ്മ ഒറ്റയ്ക്കാണ്. ആ അമ്മയെ കണ്ടാണ് ഞാൻ വളർന്നത്. പലപ്പോഴും വിനയിൽ ഞാൻ കണ്ടതും ആ അമ്മയെ തന്നെ. എടോ, താൻ ഈ കുടുംബത്തിനോട് എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് തന്നെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചത്. വലിയ വാഗ്ദാനങ്ങളും തരാൻ എൻ്റെ ഇല്ല. പക്ഷെ ഇനി ഒരിക്കലും താൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല. ഒരിക്കലും ഒറ്റയ്ക്കാകത്തുമില്ല. അതുപോലെ ഇതെന്തു പറ്റി എല്ലാവരും സീരിയസ് ആയിട്ട് നിൽക്കുന്നത്? നീ ആദ്യം ഇറങ്ങും. ഇത് നമുക്ക് പറ്റിയ ബന്ധമല്ല. അമ്മ എന്തു പറ്റി? കാര്യം പറ. നീ ഇപ്പൊ ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ? ഇല്ലേ ഞങ്ങള് പൊക്കോളാം. വടി. അമ്മ എന്താ പറ്റിയേ?